താങ്ക് യു സോ മച്ച്. ഈ സിനിമ എനിക്ക് ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമ. എനിക്കിതിൻ്റെ കഥ കേട്ടപ്പോൾ ഈ സിനിമ ചെയ്യണമെന്നും അത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഈ സിനിമ ചെയ്തു തുടങ്ങിയപ്പോഴാണെങ്കിലും ഭയങ്കര രസമാണ്, നല്ല രസമാണ് സിനിമ ചെയ്തത്. ആ ഒരു സന്തോഷത്തിലാണ് സൗണ്ടില്ലേ എടുത്തു വിളിക്കണം, സോറി വീണ്ടും. അപ്പൊ ഞാൻ കഥ കേട്ട സമയം മുതൽ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചെയ്യാൻ കാത്തിരുന്ന ഒരു സിനിമയാണ്. ചെയ്തു തുടങ്ങിയപ്പോഴാണെങ്കിൽ ഒരു കൂട്ടം നല്ല സുഹൃത്തുക്കളുടെ കൂടെ, നേരത്തെ സുഹൃത്തുക്കളായിരുന്നവരോട് പുതിയ സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് പേരുടെ കൂടെ ഭയങ്കര സന്തോഷത്തോടെ ആസ്വദിച്ച് ചെയ്ത ഒരു സിനിമയാണ്. എനിക്ക് മനസ്സിന് ഏറെ പ്രിയപ്പെട്ട ഒരു സിനിമയാണ്. പക്ഷെ ഞാൻ ജോലി ചെയ്യുന്ന മേഖലയെ പറ്റിയിട്ടുള്ള ഒരു സിനിമ ആയത് കാരണം കൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു, അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഞാൻ കരുതുന്നത് മലയാളികൾ ഭയങ്കരമായിട്ട് ഒരു സിനിമ കൾച്ചർ ഉള്ള ആൾക്കാരാണ്. അതായത് നമ്മൾ ദൈനംദിന സംസാരിക്കുന്നത്, സുഹൃത്തുക്കളായിട്ട് സംസാരിക്കുമ്പോഴും ഒക്കെയും നമ്മൾ സിനിമ റെഫറൻസസ് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഞാനൊക്കെ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഓരോ സിനിമ പരിധിയും അല്ലെങ്കിൽ ഇവരുടെ ഓരോ ഇൻ്റർവ്യൂസും, ആക്ടേഴ്സിൻ്റെ ഒക്കെ ഓരോ ഇൻ്റർവ്യൂസും, ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂസും ഒക്കെ കാണാനും അവരുടെയൊക്കെ ലൈഫ് എങ്ങനെയാണെന്നൊക്കെ അറിയാനും ഭയങ്കര കൗതുകം ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഈ സിനിമ കുറച്ച് ആക്ടേഴ്സിൻ്റെയും ടെക്നീഷ്യൻസിൻ്റെ ഒക്കെ ലൈഫ് എങ്ങനെയാണ് നമ്മൾ കാണുന്ന ഇൻസ്റ്റഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ കാണുന്ന ഫോട്ടോസിനപ്പുറം വരുന്ന ലൈഫ് എന്താണ് നമ്മൾ ഈ കാണുന്ന 2 മണിക്കൂർ സിനിമ. ഇവർ 3 ദിവസം കൊണ്ടൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ ദിവസവും 1 മിനിറ്റൊക്കെ ഫുട്ടേജ് ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിൻ്റെ പിന്നിൽ നിങ്ങൾ അരങ്ങിൽ കാണുന്നതിനപ്പുറം അണിയറയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അവരുടെയൊക്കെ ഒരു റെപ്രസെൻറ്റേഷൻ ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ് ഈ പ്രോസസ്സൊക്കെ നടക്കുന്നത് ചെറിയൊരു ഐഡിയ കിട്ടും. ഒപ്പം ഈ ട്രെയിലറിലും ടീസറിലും പാട്ടിലും ഒക്കെ കാണുന്ന പോലെ ഒരു അടിച്ചുപൊളി പടം തന്നെയാണ്. പക്ഷേ സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ക്യാരക്ടറിനെയും ചുറ്റുമുള്ളവരുടെയൊക്കെ ഇമോഷൻസുമായിട്ട് നിങ്ങൾ കണക്ട് ആവും എനിക്ക് ഉറപ്പുണ്ട്. അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ചിന്തിക്കാനുള്ളതായിരിക്കും കുറേ കാര്യങ്ങളുള്ള ഒരു സിനിമയാണ്. ഞങ്ങളെന്തൊക്കെ ഈ സിനിമയെ പറ്റി പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഈ സിനിമ കണ്ട് നിങ്ങളാണ് വിലയിരുത്തേണ്ടത്. ആ വിലയിരുത്തലുകൾ കേൾക്കാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇവിടെയുള്ള പ്രസ്ഥാനത്തിൽ വിളിച്ചതിൽ സന്തോഷമുണ്ട്. പക്ഷെ താങ്ക് യു സോ മച്ച് എന്നെ ഈ ക്യാരക്ടറായിട്ട് കണ്ടത്. ദിവ്യയാണ് ഒരുമിച്ച് അഭിനയിച്ചുള്ള സിനിമകൾ എൻ്റെ സഹോദരിയായിട്ടും ഭാര്യയായിട്ടും ഇപ്പോൾ എൻ്റെ അമ്മയുടെ ചെറുപ്പകാലമായിരുന്നു. അങ്ങനെ പറയാനായിട്ട് അങ്ങനെ എൻ്റെ അമ്മയായിട്ട് വളരെ അഭിനയിക്കാനുള്ള ആശംസിക്കുന്നു. പിന്നെ ഈ സിനിമയിലെ ഡേവിഡ് പഠിക്കലിലെ ആദ്യത്തെ ഹീറോയാണ് ആൻബാവ എന്ന് പറയുന്ന ഭാവന ചെയ്യുന്ന ക്യാരക്ടർ. കോൺഫിഡൻഷ്യലി സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്ന സമയത്താണ് എൻ്റെ ആദ്യത്തെ നായിക കൂടുതൽ എന്ന് പറയുന്ന സിനിമയിലെ ആദ്യമായിട്ട് ഒരു റൊമാൻറ്റിക് ട്രാക്കും നായികയൊക്കെ ചെറിയ ഒരു ഡാൻസും എന്തുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ നായികയാണ് ഭാവന. കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് സ്ത്രീകൾ വരാൻ സാധിച്ചത് വലിയ സന്തോഷം. ഞാൻ ജീവിക്കുന്ന നോക്കിയവർക്ക് പറയാം. പിന്നെ അനുഭവം ഞാനെന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പല സിനിമകൾ ഡിസ്കസ് ചെയ്ത് ഫൈനലി നമുക്ക് ഈ ലാൻഡ് ചെയ്യുകയാണ്. അപ്പോൾ എത്രയോ സമയങ്ങൾ സിനിമയിൽ ചെയ്യുന്നതിൽ സംസാരിച്ചിരുന്ന എനിക്ക് വളരെ ഈ സിനിമയിലാണ് കുറച്ച് കൂടുതൽ ഈ സിനിമയ്ക്ക് തീർച്ചയായിട്ടും വരുമ്പോൾ ഈ സിനിമ ഇത്തരം സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്യുന്ന കുറച്ച് വലിയ വലിയ സിനിമകളുള്ള സിനിമ എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ പല പ്രതിസന്ധികൾ നേരിടുമ്പോഴും കട്ടക്കുന്നതാണ് ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രൊഡ്യൂസർ മാത്രമല്ല അല്ലെങ്കിൽ വർക്കൗട്ട് ബോറടിച്ച് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജിമ്മിൽ പാട്ട് നൽകുന്ന ആളാണ്, ശരീരത്തിൽ നോക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ വരുന്ന സാധനം ശരിക്കും പരിചയപ്പെടുന്നത് അതിന് ഞാൻ 15 വർഷം ലൊക്കേഷനുകൾ ഞാൻ സരികളിലൂടെ 1-2 വാക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ കാണുമ്പോൾ ഭയങ്കരമായിട്ട്
സലിമാൻ്റെ അത് ആ ഒരു ആറ്റിറ്റ്യൂഡിലും ഉണ്ട്. അത് ഭയങ്കര രസമുള്ള ആരെയും പ്ലേസ് ചെയ്യാത്ത അത്യാവശ്യം വെട്ടിപ്പുറം എല്ലാത്തിനും പുറത്തുള്ള നല്ല രസമുള്ള നല്ല ഭാഗ്യമുള്ള ആക്ടറുമാണ്. പറയാനാണ് ബാലു എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ പണ്ട് ഒരു സിനിമയിൽ ബാലുകാരുടെ സിനിമയിൽ ഒന്നാം റോഡായിട്ടുള്ള സിനിമയിൽ ഗസ്റ്റ് അപ്പിയറൻസ് അറിയാൻ വന്ന അന്ന് മുതൽ ആണ് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദമാകുന്നത്. പിന്നീട് ഞങ്ങൾ കരണ്ടും കുട്ടിച്ചുകൊണ്ടുള്ള സിനിമകൾ കണ്ടു. പക്ഷെ എപ്പോഴും നമുക്ക് ഫോണിൽ വെച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും അതിന് നേരിട്ട് കാണുമ്പോഴും ഒക്കെ ആ ഒരു സൗഹൃദവും ആ മോഹത്തും കിട്ടിയിട്ടുള്ള ആളാണ്. ഈ സിനിമയിലാണെങ്കിലും ബാലും സൗകര്യവും സുരേഷനും ഒക്കെ ആയിട്ട് ഞങ്ങൾ ആളുകൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നു. വളരെ എൻജോയ് ചെയ്തത് ഈ സിനിമയുടെ നാളെ ഈ സിനിമ പറയുന്നത് ഇതിൻ്റെ റിസൾട്ട് എന്തായാലും ഞാൻ ഈ സിനിമയിൽ ചെറിഷ് ചെയ്യാനുള്ള ഷൂട്ടിംഗ് സമയത്ത് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു സിനിമയാണ്. ജീൻ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. ഞങ്ങൾ അതായത് ജീൻ പറയുന്നൊരു തമാശയായിരിക്കും, ഞാൻ പറയുന്നൊരു തമാശ ചെയ്യുന്നത് മനസ്സിലാവും എന്ന് പറയുന്നത് തന്നെ വളരെ എളുപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന മാധ്യമമാണ്. ഞങ്ങൾ ഈ സിനിമയുടെ ഷൂട്ട് സമയത്ത് ഈ സിനിമയിൽ നമുക്ക് എഴുതി വെച്ച് പറഞ്ഞ് അഭിനയിക്കാവുന്ന സീനുകൾ എഴുതി വെച്ച് അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ സീൻ ഞാനത് പറഞ്ഞ് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ അങ്ങനെ എഴുതി വയ്ക്കാൻ പറ്റാത്ത പോലുള്ള സീനുകൾ ഇതിനകത്തുണ്ട്. അതിനൊരു ബേസിക് സ്ട്രക്ചർ എഴുതി വയ്ക്കാൻ പറ്റും. അതിന് പുറത്ത് നമ്മൾ എല്ലാവരും ഇവിടെ ഡിസ്കസ് ചെയ്തു പെർഫോമൻസിൽ അത് പരമാവധി എൻഹാൻസ് ചെയ്ത് ഇംപ്രൂവൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഒരു സ്പേസ് അതിനകത്ത് ഒരു സൗഹൃദം ഉള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് ഇങ്ങോട്ട് പറയാനും മോശമാണെന്ന് പറയാനും ഇങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കും അങ്ങോട്ട് ചോദിക്കാൻ നോക്കുന്ന സ്പേസ് തന്നെ വൈകുന്നേരങ്ങളിൽ എല്ലാവരും കൂടെ ചെയ്ത കമ്പനിയാണ് എല്ലാവർക്കും ഉദ്ദേശിച്ചത്. എന്നെ ഈ കഥാപാത്രമായിട്ട് കണ്ടതിനും റോഡിന് കൂടുതൽ ടൈം ഓക്കെ. അപ്പോൾ ഞാൻ കുറച്ചധികം സംസാരിച്ചു പോകേണ്ടതില്ല എന്ന് വിചാരിക്കുന്നു. ഇനി എന്തായാലും മെയ് 3-ാം തീയതി ഈ സിനിമ തിയേറ്ററിൽ വരുന്ന സമയത്ത് ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളൊക്കെ ഈ സിനിമ കാണുന്നതും ഇഷ്ടപ്പെടുന്നതും ആ ഇഷ്ടം നിങ്ങൾ അറിയിക്കുന്നതെന്നാണ്. താങ്ക് യു സോ മച്ച്. അത് കാണാനായിട്ട് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഇനി മോളെ അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു.